പ്രിയപ്പെട്ട നമ്മൾ ഇന്നെടുക്കുന്ന പോർഷന് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്, അതിൻ്റെ ഒരു തുടർച്ചയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് കണ്ടിട്ട് വരണമെന്ന് നിങ്ങളെ ഗ്രൂപ്പിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എല്ലാവരും ജസ്റ്റ് നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്, ആ പോർഷൻ എന്ന് പറയുന്നത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണത്. അതെന്തായാലും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നോക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അത് നോക്കിയതിന് ശേഷം ഇത് നോക്കുമ്പോൾ മാത്രമാണ് ഇതും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ നമ്മൾ 2 വാട്ട് മീറ്റർ മെത്തേഡായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ വെക്ടർ ഡയഗ്രാം വരച്ചിട്ട് അത് പ്രൂവ് ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ വാട്ട് മീറ്ററിലെയും റീഡിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ വാട്ട് മീറ്റർ W1 റീഡിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇതായിരുന്നു VL/IL cos 30 - 5 എന്നുള്ളതായിരുന്നു. അതായത് പവർ കാണാനുള്ള ഇക്വേഷൻ VI cos 5 എന്നാണ്. ഇതാണ് ആക്ച്വൽ പവർ കാണാനുള്ള ഇക്വേഷൻ, സാധാരണ ഇക്വേഷൻ. അപ്പോൾ അവിടെ വിക്ക് പകരമാണ് ഇവിടെ VL വന്നത്, ഐക്ക് പകരമാണ് ഇവിടെ IL വന്നത്. അതായത് ലോഡ് വോൾട്ടേജ്, ലോഡ് കറണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഈ cos 5ക്ക് പകരമാണ് cos 30 - 5 വന്നത്. അതായത് വിക്കും ഐക്കും ഇടയിലുള്ള ആംഗിളാണ് ഈ 5. അപ്പോൾ നമ്മളെ പ്രോബ്ലത്തിൽ വിക്കും ഐക്കും ഇടയിലുള്ള ആംഗിൾ 30 - 5 ആയിരുന്നു. അത് നമ്മൾ ആ വെക്ടർ ഡയഗ്രാം വരച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിലുള്ള ആംഗിൾ 30 - 5 എങ്ങനെ ആവുന്നത് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അതുപോലെ W2 രണ്ടാമത്തെ വാട്ട് മീറ്ററിലെ റീഡിംഗ് എന്ന് പറയുന്നത് ഇതാണ് VL/IL cos 30 + 5. W1 പോലെ തന്നെയാണ് W2. ഓക്കെ, എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടോട്ടൽ പവർ കിട്ടുമെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് W1ഉം W2ഉം കൂടി നമ്മൾ രണ്ടും കൂടി കൂട്ടിയിട്ട് നമ്മൾ അവസാനം എന്ത് തെളിയിച്ചു? ഒരു 3 ഫേസ് പവറിലെ ടോട്ടൽ പവർ തന്നെയാണ് W1ഉം W2ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുക എന്നുള്ളത് നമ്മൾ അവസാനം തെളിയിച്ചു. ക്ലിയർ ആവുണ്ടോ? ഇത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ക്ലാസ്സിൽ നമ്മൾ ചെറിയൊരു മാറ്റമാണ് വരുത്തുന്നുള്ളൂ. W1ഉം W2ഉം തമ്മിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൂട്ടി. അതിന് പകരം ഇവിടെ നമ്മൾ W1ഉം W2ഉം തമ്മിൽ മൈനസ് ചെയ്യും, കുറക്കും. അതായത് നമ്മളിവിടെ കാണാൻ പോകുന്നത് W1 - W2 എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവും, ഇത് എന്തിനാണ് കണ്ടെത്തുന്നത് എന്നുള്ളത്. അതായത് W1 - W2 കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ W1 + W2 കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കണ്ടെത്താൻ പറ്റും. ആ ഇക്വേഷൻ നമുക്ക് ആ സർക്യൂട്ടിലെ പവർ ഫാക്ടർ കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പവർ ഫാക്ടർ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഇക്വേഷനാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് മീറ്ററിലെ പവർ ഫാക്ടർ, നമുക്ക് പവർ മെഷർ ചെയ്യാനാണ് പറ്റുക വാട്ട് മീറ്ററിൽ, പക്ഷേ പവർ ഫാക്ടർ മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പവർ ഫാക്ടർ മെഷർ ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ വേണം. ആ ഇക്വേഷനാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ പവർ ഫാക്ടർ കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ W1 + W2 മാത്രം കണ്ടാൽ പോരാ, എന്നും കൂടി കാണണം. W1 - W2 കൂടി കാണണം. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. W1 - W2 എന്താണ് കിട്ടുക, എന്നിട്ട് അവസാനം പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ W1ഉം W2 ഒന്നും കൂടി എല്ലാവരും നോക്കി വെക്കുക. ഇതാണ് W1, ഇതാണ് W2. നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താണ്? W1 - W2. ക്ലിയർ ആവുണ്ടോ? W1 നിന്ന് W2 കുറക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, നമ്മൾ W1 - W2 കാണിക്കുന്നുണ്ട്. W1 - W2. W1ന് പകരം നമ്മൾ എന്ത് കൊടുത്തു? VL/IL cos 30 - 5. നമ്മൾ നേരത്തെ അവിടെ കണ്ടിരുന്നു അല്ലേ? W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VL/IL cos 30 - 5 ആണ്. മൈനസ്, ഇവിടുത്തെ മൈനസിന് പകരം മൈനസ്. W2 എന്താണ്? VL/IL cos 30 + 5. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് നേരെ നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പം ഇവിടെ നോക്കുക നിങ്ങൾ, ഇവിടെ രണ്ട് ഇക്വേഷനിലും
വി എൽ ഐ എൽ കോമൺ ആണ്. ഇതിലും വി എൽ ഐ എൽ ഉണ്ട്, ഇതിലും വി എൽ ഐ എൽ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വി എൽ ഐ എല്ലിനെ കോമൺ ആയിട്ട് എന്ത് ചെയ്തു, പുറത്തേക്ക് എടുത്തു. അതാണ് ഈ കാണുന്നത്. ഓക്കെ, വി എൽ ഐ എൽ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ആരാ ബാക്കിയുള്ളത്, ഇത് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ളത് കോസ് 30 - 5 ആണ്. ഓക്കെ, പിന്നെ വി എൽ ഐ എൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ആരാ ബാക്കിയുള്ളത്, കോസ് 30 + 5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക, ഇങ്ങനെ കിട്ടും. വി എൽ ഐ എൽ പുറത്തുണ്ടാവും. ഓക്കെ, ഉള്ളിൽ എന്തുണ്ടാവും, ഫസ്റ്റത്തെ ഭാഗത്ത് കോസ് 30 - 5 പിന്നെ മൈനസ് ഇവിടെ എന്തുണ്ടാവും, കോസ് 30 + 5 T+5 ഉണ്ടാവും. ക്ലിയർ ആവുണ്ടോ? അങ്ങനെയാണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ നോക്കണം, ശ്രദ്ധിക്കണം. ഈ കോസ് 30 - 5 വി എൽ ഐ എൽ ഇവിടെ പുറത്തുണ്ട്. കോസ് 30 - 5നെ എക്സ്പാൻഡ് ചെയ്തതാണ് ഈ കാണുന്നത്. ഓക്കെ, കോസ് 30 - 5 എന്ന് പറയുന്നതിനെ എങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക, അത് ഏത് രൂപത്തിലാണ് ട്രിഗണോമെട്രിയിൽ, കോസ് എ മൈനസ് ബി എന്ന് പറയുന്ന രൂപത്തിലാണ് അതുള്ളത്. കോസ് എ മൈനസ് ബി പോലെയാണ് ഏത്, കോസ് 30 - 5. എൻ്റെ സ്ഥാനത്ത് 30 ആണ്, ബീൻ്റെ സ്ഥാനത്ത് 5 ആണ്. അപ്പോൾ നമുക്ക് കോസ് എ മൈനസ് ബി എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലാണ് അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ കോസ് 30 + 5 ആണ്. അപ്പോൾ അത് ഏതിന് തുല്യമാണ്, കോസ് എ പ്ലസ് ബിക്ക് തുല്യമാണത്. കോസ് എ പ്ലസ് ബിക്ക് തുല്യമാണത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കോസ് എ മൈനസ് ബിയും അറിയണം, കോസ് എ പ്ലസ് ബിയും അറിയണം, എന്നാലേ നമുക്കത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് എന്താണ് കോസ് എ മൈനസ് ബി, എന്താണ് കോസ് എ പ്ലസ് ബി എന്ന് നോക്കാം നമുക്ക്. ഇവിടെ നോക്കൂ നിങ്ങൾ, കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്നാണ്. നല്ല എളുപ്പമാണ് ഇക്വേഷൻ. കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പ്ലസ് വരുമ്പോൾ ഇവിടെ എന്താണ്, മൈനസ് ആണ്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കോസ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ നടുവിൽ എന്താ വരിക, മൈനസ് ആണ് വരിക. ബാക്കി കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കണ്ടോ, ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നോക്കി നിങ്ങൾ, കോസ് എ മൈനസ് ബിൻ്റെ കാര്യം നോക്കി. കോസ് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്, എ മൈനസ് ബി ഇവിടെ മൈനസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ, നടുവിൽ എന്താണ്, പ്ലസ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ബാക്കി എളുപ്പമാണല്ലോ. കോസ് എ കോസ് ബി മറ്റ് സൈൻ എ സൈൻ ബി അല്ലേ, അങ്ങനെയാണ് പറയുക. നടുവിലെ ചിഹ്നം ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ്, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കോസ് എ മൈനസ് ബി പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ആണ്. പിന്നെ കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് ഈ രൂപത്തിലാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് തന്നെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു കോസ് ഇവിടെ നോക്കൂ, ഇത് കോസ് എ മൈനസ് ബി രൂപത്തിലാണ്. എ മൈനസ് ബി വരുമ്പം കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ആണ്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കോസ് എ എന്ന് പറയുമ്പോൾ കോസ് 30, കോസ് ബി എന്ന് പറയുമ്പോൾ കോസ് 5 പ്ലസ് ഉണ്ടോ, പ്ലസ് ഇട്ട് സൈൻ 5 സൈൻ 30. ക്ലിയർ അല്ലേ? ഓക്കെ, മൈനസ്, ഈ മൈനസ് ഏതാണ്, ഇവിടുത്തെ മൈനസ് ആണ്, അതാണ് ഈ മൈനസ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് കോസ് ഇതിനാണ്, കോസ് 30 + 5. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ കോസ് 30 കോസ് 5 ഓക്കെ, പിന്നെ നമ്മളെന്താ പറഞ്ഞത്, പ്ലസ് സൈൻ 30 സൈൻ 5. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടെ ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ കറക്റ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൈനസ് ഉണ്ടല്ലോ, ഈ മൈനസ് നമ്മൾ ഇതിന് രണ്ടിനും കൊടുക്കുമ്പോഴാണ് ഇവിടെ പ്ലസ് ആയി മാറുന്നത്. ഓക്കെ, അവിടെ പ്ലസ് ആയി മാറും, ഇതിന് മൈനസ് ആയിട്ട് മാറും. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, ഇനി നമ്മൾ അതിലുള്ള കണ്ടൻറ്റ് നോക്കാം. നമ്മൾ ആ ബ്രാക്കറ്റിനുള്ളിലുള്ള നോക്കി, നിങ്ങൾ ബ്രാക്കറ്റിനുള്ളിൽ കണ്ടോ, ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കണം, ശരിക്കും നോക്കണം. ഇവിടെ കണ്ടോ, കോസ് 30 കോസ് 5 ഇവിടെ ഉണ്ട്. ഇവിടെ എന്തുണ്ട്, ഒരു കോസ് 30 കോസ് 5 ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ ഒരു മൈനസ് ഉണ്ട്. അതായത് കോസ് 30 കോസ് 5 ഇവിടെ ഉണ്ട്, ഇവിടെ മൈനസ് എന്തുണ്ട്, കോസ് 30 കോസ് 5 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി എന്താവും, ക്യാൻസലായി പോകും. ഓക്കെ, അപ്പോൾ അത് കോസ് 30 കോസ് 5 മൈനസ് കോസ് 30 കോസ് 5 ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് രണ്ടും ക്യാൻസലായി പോകും. പിന്നെ ബാക്കിയുള്ളത് എന്താണ്, സൈൻ 5 സൈൻ 30 ആണ്. ഇവിടെ ഒരു സൈൻ 5 സൈൻ 30 ഉണ്ട്, ഇവിടെയും ഒരു സൈൻ 5 സൈൻ 30 ഉണ്ട്. അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2 സൈൻ 5 സൈൻ 30, അതായത് സൈൻ 30 സൈൻ 5 കിട്ടും. ക്ലിയർ ആവുണ്ടോ? ഓക്കെ,
അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കണം. ഇവിടെ നമ്മൾ ഈ സൈൻ 30ക്ക് അതിൻ്റെ വാല്യൂ കൊടുക്കുക. സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. ആ 1/2 കൊടുക്കുമ്പോൾ ഇവിടുത്തെ 2ഉം ആ 1/2ൻ്റെ 2ഉം കൂടി എന്ത് ചെയ്യും, കട്ട് ചെയ്ത് പോകും. പിന്നെ ഇവിടെ ബാക്കി എന്താ ഉണ്ടാവുക, ഈ സൈൻ ഫൈ ഉണ്ടാവുക, അതായത് VL സൈൻ ഫൈ. ക്ലിയർ ആവുണ്ടോ? ഇതാണ് W1 മൈനസ് W2. അപ്പോൾ നമുക്ക് W1 മൈനസ് W2 കിട്ടി. എന്താണ്? VL IL സൈൻ ഫൈ എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതാണ് W1 മൈനസ് W2 കേട്ടോ. W1 മൈനസ് W2 ആണിത്. VL IL സൈൻ ഫൈ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ W1 മൈനസ് W2 ഡിവൈഡഡ് ബൈ W1 പ്ലസ് W2 ചെയ്യാണ്. അപ്പോൾ W1 മൈനസ് W2 നമുക്ക് ഇപ്പോൾ കിട്ടി VL IL സൈൻ ഫൈ, അത് കൊടുത്തു. പിന്നെ W1 പ്ലസ് W2 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടി √3 VL IL കോസ് ഫൈ. അപ്പോൾ അത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കണം നിങ്ങൾ, ഈ VLും ഈ അടിയിലെ VLും കട്ട് ചെയ്ത് പോയി, ILും കട്ട് ചെയ്ത് പോയി. ഓക്കെ, ബാക്കി എന്താ ഉണ്ടാവുക? സൈൻ ഫൈ ബൈ കോസ് ഫൈ ബൈ √3 എന്നുണ്ടാവുക. അപ്പോൾ സൈൻ ഫൈ ബൈ കോസ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടാൻ ഫൈ ആണ്. സൈൻ ബൈ കോസ് എന്നാണ് ടാൻ അല്ലേ, ടാൻ ഫൈ ബൈ √3. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി W1 മൈനസ് W2 ബൈ W1 പ്ലസ് W2 ഈക്വൽ ടു എന്താണ്? ടാൻ ഫൈ ബൈ √3 എന്ന് കിട്ടി. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ടാൻ ഫൈ കണ്ടൂടെ? ടാൻ ഫൈ കിട്ടും. ടാൻ ഫൈ കിട്ടുമ്പോൾ എന്താ സംഭവിക്കുക? ടാൻ ഫൈ കിട്ടുമ്പോൾ ഈ √3 നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ടാൻ ഫൈ ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ കിട്ടി √3 ഇൻറ്റു W1 മൈനസ് W2 ബൈ W1 പ്ലസ് W2. ഇതാണ് ടാൻ ഫൈ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈ എന്താ കിട്ടുക? ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് √3 ഇൻറ്റു W1 മൈനസ് W2 ബൈ W1 പ്ലസ് W3. അതാണ് ഫൈൻ്റെ ഇക്വേഷൻ. അതിന് നമ്മൾ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എന്താ W1 മൈനസ് W2 പറഞ്ഞാൽ എന്താ? ഡിഫറൻസ് ഓഫ് 2 വാട്ട് മീറ്റർ റീഡിങ്, 2 വാട്ട് മീറ്റർ റീഡിങ്ങിൻ്റെ ഡിഫറൻസ് ആണ്. W1 പ്ലസ് W2 എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് 2 വാട്ട് മീറ്റർ റീഡിങ്. അങ്ങനെ ആക്കി എഴുതി. ഓക്കെ, ഇനി അഥവാ കറണ്ട് കോയിൽ ഓർ പ്രഷർ കോയിൽ ഈസ് റിവേഴ്സ്ഡ്, കറണ്ട് കോയിലോ പ്രഷർ കോയിലോ റിവേഴ്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. അത് നിങ്ങൾ എഴുതണമെന്നില്ല, ഈ ഭാഗങ്ങൾ എഴുതണമെന്നില്ല, പ്രശ്നമില്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. ഇപ്പോൾ നമ്മൾക്ക് ഫൈക്ക് ഇക്വേഷൻ കിട്ടി. ഇതാണ് നമ്മളെ ഇക്വേഷൻ. ഫൈയുടെ ഇക്വേഷൻ ഇതാണ് ഫൈ കാണാനുള്ള ഇക്വേഷൻ. ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ്. ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് √3 ഇൻറ്റു W1 മൈനസ് W2 ബൈ W1 പ്ലസ് W2. ഓക്കെ, അപ്പോൾ ഫൈ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പവർ ഫാക്ടർ കാണാം. പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഫൈ ആണ്. ഓക്കെ, പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് ഫൈ ആണ്. അതാണ് നമ്മളിവിടെ എഴുതിയത്. പവർ ഫാക്ടർ കോസ് ഫൈ ഈക്വൽ ടു കോസ് ഫൈക്ക് പകരം എന്ത് കൊടുക്കണം? ഇത് കൊടുക്കണം. കോസ് ഫൈയിലെ ഫൈക്ക് പകരം ഇത് കൊടുക്കുക. ടാൻ ഇൻവേഴ്സ് അതാണ് ഇവിടെ കൊടുത്ത് കണ്ടോ? ടാൻ ഇൻവേഴ്സ് കണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് പവർ ഫാക്ടർ ആണുള്ള ഇക്വേഷൻ അവസാനം ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താണ് പവർ ഫാക്ടർ ആണുള്ള ഇക്വേഷൻ? എന്താണ് പവർ ഫാക്ടർ? കോസ് ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് കോസ് ടാൻ ഇൻവേഴ്സ് √3 ഇൻറ്റു W1 മൈനസ് W2 ബൈ W1 പ്ലസ് W2. ഈ ഇക്വേഷനാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതും നിരവധി തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്യുക. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് എഫക്റ്റ് ഓഫ് ലോഡ് പവർ ഫാക്ടർ ഓൺ വാട്ട് മീറ്റർ റീഡിങ്സ് എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 വാട്ട് മീറ്റർ മെത്തേഡ്സിൽ ഡെറിവേഷനൊക്കെ ചെയ്തു. അപ്പോൾ അതിൽ അവസാനം നമ്മൾ പവർ ഫാക്ടർ കാണാനുള്ള ഒരു ഇക്വേഷൻ കണ്ടെത്തുകയുണ്ടായി. പവർ ഫാക്ടർ നമ്മളൊരു ഇക്വേഷൻ കണ്ടെത്തി. കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് √3 ഇൻറ്റു W1 മൈനസ് W2 ബൈ W1 പ്ലസ് W2 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി. അതായത് 2 വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഒരു 3 ഫേസിൽ പവർ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 റീഡിങ് കിട്ടും. W1 എന്ന് പറയുന്ന റീഡിങ് ഒന്നാമത്തെ വാട്ട് മീറ്ററിൽ നിന്ന് കിട്ടും. W2 എന്ന് പറയുന്ന റീഡിങ് നമുക്ക് രണ്ടാമത്തെ വാട്ട് മീറ്ററിൽ നിന്ന് കിട്ടും. ഈ 2 റീഡിങ്ങും ഉപയോഗിച്ചുകൊണ്ട് ആ സർക്യൂട്ടിലെ പവർ ഫാക്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് സഹായിക്കുന്ന ഇക്വേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തത്, ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ. ഇനി നമ്മൾ ഇന്ന് ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഈ പവർ ഫാക്ടറും വാട്ട് മീറ്ററിലെ റീഡിങ്ങും തമ്മിലുള്ള ബന്ധമാണ്.
എങ്ങനെയാണ് ഈ പവർ ഫാക്ടറും വാട്ട് മീറ്ററിലെ റീഡിങ്ങും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാട്ട് മീറ്ററിലെ 2 വാട്ട് മീറ്ററിലെ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് 2 വാട്ട് മീറ്ററിലെയും റീഡിങ് കണ്ടാൽ തന്നെ നമുക്ക് പവർ ഫാക്ടർ ഏകദേശം ഇങ്ങനെയാകും എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ക് കൂട്ടാൻ പറ്റും. ആ ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഏകദേശം ഇങ്ങനെ ആവുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റിലേഷൻ, ഈ ഒരു ബന്ധം, എഫക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിശോധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് പരിശോധിക്കുക എന്നുള്ളത് നോക്കാം. നമുക്ക് W1 ഈക്വൽ ടു VL/IL cos θ - φ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്കുണ്ട്. അതുപോലെ W2 ഈക്വൽ ടു VL/IL cos 30 + φ എന്ന് പറഞ്ഞ ഇക്വേഷനും. 2 ഇക്വേഷനും സിമ്പിളാണ്. VL/IL cos 30 - φ ആണ് W1. VL/IL cos 30 + φ ആണ് എന്ത്, W2. മറക്കാതിരിക്കുക, 2 ഇക്വേഷനും ഓർത്ത് വെക്കുക. W1 VL/IL cos 30 - φ, W2 VL/IL cos 30 + φ. ഓക്കെ, ഇനി നമ്മൾ ഓരോ കേസുകൾ നോക്കുകയാണ്. 3 കേസാണ് നോക്കുന്നത്, അതായത് 3 സന്ദർഭമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇപ്പോൾ കേസ് 1, ഒന്നാമത്തെ കേസ്, തീറ്റ ഈക്വൽ ടു 0. തീറ്റ 0 ആണെന്ന് വിചാരിക്കുക നമ്മൾ. അതായത് തീറ്റ, അതായത് ഫൈ, ഇവിടുത്തെ ഫൈ, അതാണ് ഇവിടെ തീറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫൈ ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക നമ്മൾ. ഓക്കെ, ഇപ്പോൾ ഫൈ 0 ആണെന്നുണ്ടെങ്കിൽ പവർ ഫാക്ടർ എന്തായിരിക്കും? പവർ ഫാക്ടർ എന്താ പറയുന്നത്? പവർ ഫാക്ടർ ഈക്വൽ ടു കോസ് ഫൈ ആണ്. ഓക്കെ, പവർ ഫാക്ടർ എന്ന ഇക്വേഷനാണ് എന്ത്, കോസ് ഫൈ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? കോസ് ഫൈക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? 0 എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ കോസ് 0 എന്താണ്? 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫൈ 0 ആകുമ്പോൾ ഇവിടെ ഫൈ തന്നെ ആക്കട്ടോ. ഫൈ ഈക്വൽ ടു 0 ആകുമ്പോൾ പവർ ഫാക്ടർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫൈ ഈക്വൽ ടു 0 ആകുമ്പോൾ പവർ ഫാക്ടർ 1 ആയിരിക്കും. അതിപ്പോൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഓരോ വാട്ട് മീറ്ററിലെ റീഡിങ്ങിന് എന്താ സംഭവിക്കുന്നത് എന്നാണ് നോക്കുന്നത് നമ്മൾ. അപ്പോൾ ഇനി നമ്മൾ വാട്ട് മീറ്ററിലെ റീഡിങ് നോക്കാം. W1 എന്ന് പറയുന്ന വാട്ട് മീറ്റർ കണ്ടോ, VL/IL cos 30 - φ എന്നാണ്. അപ്പോൾ ഇവിടെ cos 30 - φക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? 0 എന്ന് കൊടുത്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ? 30 - 0. അപ്പോൾ എന്താ, VL/IL cos 30 - 0 എന്ന് പറഞ്ഞാൽ എന്താ? 30 തന്നെയാണ്. 30 0 കുറച്ചാൽ 30 തന്നെ. അപ്പോൾ VL/IL cos 30 എന്ന് കിട്ടി നമുക്ക്. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, അപ്പോൾ VL/IL ഇൻറ്റു cos 30ൻ്റെ വാല്യൂ എത്രയാണ്? √3/2. അപ്പോൾ നമ്മൾ √3/2 എന്ന് കൊടുത്തു. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ഈ √3/2നെ തുടക്കത്തിലേക്ക് എഴുതി. ഓക്കെ, അപ്പോൾ √3, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക, √3/2 ഇൻറ്റു VL/IL. ഇതാണ് W1 നമുക്ക് കിട്ടുന്ന റീഡിങ്. അതിൻ്റെ അർത്ഥം W1 റീഡിങ് എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? W1 വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഇതൊരു പോസിറ്റീവ് ആയിരിക്കുമല്ലോ ഇതിൻ്റെ വാല്യൂ, നെഗറ്റീവ് സിമ്പൽ ഇല്ലല്ലോ. അതുകൊണ്ട് W1 വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് W2 നോക്കാം. W2ൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? VL/IL cos 30 + φ എന്നായിരുന്നു. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ +φ എന്നുള്ളിടത്ത് നമ്മൾ ഫൈൻ്റെ വാല്യൂ 0 എന്ന് കൊടുത്തു. അപ്പോൾ cos 30 + 0, cos 30 + 0 എന്ന് പറഞ്ഞാൽ എന്താണ്? cos 30 തന്നെയാണ്. അപ്പോൾ ഇവിടെ കിട്ടിയാൽ അതന്നെ നമുക്ക് കിട്ടും. ഇവിടെ അതന്നെയല്ലേ, VL/IL cos 30 തന്നെയല്ലേ. ഇവിടെ അതന്നെയാണ് VL/IL cos 30. അപ്പോൾ സെയിം വാല്യൂ എന്താ കിട്ടുക? √3/2 ഇൻറ്റു VL/IL. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ വാല്യൂ ഈക്വലാണ്. ഇവിടെ നോക്കി നിങ്ങൾ, W1 √3/2 ഇൻറ്റു VL/IL ആണ്, W2 √3/2 ഇൻറ്റു VL/IL ആണ്. ഇപ്പോൾ രണ്ടിൻ്റെ വാല്യൂയും പോസിറ്റീവാണ്. മാത്രമല്ല രണ്ടിൻ്റെ വാല്യൂ എന്താണ്? ഈക്വലാണ്. ക്ലിയർ ആവുണ്ടോ? ഇപ്പോൾ നമുക്ക് എന്താ മനസ്സിലായി? പവർ ഫാക്ടർ 1 ആകുമ്പോൾ, ശ്രദ്ധിക്കണം കേട്ടോ, ഒന്നുകൂടി പറയുകയാണ്, പവർ ഫാക്ടർ 1 ആകുമ്പോൾ W1ൻ്റെയും W2ൻ്റെയും റീഡിങ് എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ ആ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് 2 വാട്ട് മീറ്ററിലെയും റീഡിങ് ഈക്വലായിട്ട് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ സമയത്ത് പവർ ഫാക്ടർ എന്താണ്? 1 ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കുകയാണ് നമ്മൾ. കേസ് 2 നോക്കാം. കേസ് 2 ഇതാണ്. തീറ്റ ഈക്വൽ ടു, അതായത് ഫൈ ഈക്വൽ ടു, നിങ്ങൾ എഴുതുമ്പോൾ ഫൈ എന്നാക്കട്ടോ.
ഫൈ ഈക്വൽ ടു 60 ഡിഗ്രി ആവുക. ഓക്കെ, ഫൈ 60 ആവുമ്പം പവർ ഫാക്ടർ എന്താണ്? കോസ് ഫൈ. ഓക്കെ, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് ഫൈ. ഇത് കോസ് 60. തീറ്റയ്ക്ക് പകരം നമ്മൾ 60 എന്ന് കൊടുത്തു. അപ്പോൾ കോസ് 60. കോസ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. 1/2 പറഞ്ഞു കഴിഞ്ഞാൽ 0.5. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് മനസ്സിലായി. ഫൈ 60 ഡിഗ്രി ആകുമ്പോൾ പവർ ഫാക്ടർ എന്തായിരിക്കും? 0.5 ആയിരിക്കും. 1/2 ആയിരിക്കും. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് W1 നോക്കാം. W1ൻ്റെ ഇക്വേഷൻ എന്താ? VL/IL cos 30 - 5 എന്നാണ്. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ നമ്മൾ VL/IL cos 30 - 5 എന്താണ്? 60. അതാണ് ഇവിടെ കൊടുത്ത് -60. ക്ലിയർ ആവുണ്ടോ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? VL/IL cos 30 - 60 എന്ന് പറഞ്ഞാൽ എന്താ? 30 - 60 നമുക്ക് എന്താ കിട്ടുക? 30 - 60 എന്ന് പറഞ്ഞാൽ -30 ആണ്. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതിയാണ് VL/IL cos -30. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിൽ VL/IL cos -30ൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? √3/2 തന്നെയാണ്. cos -30 ആയാലും cos 30 ആയാലും രണ്ടായാലും വാല്യൂ എന്ത് തന്നെയാണ്? √3/2 തന്നെയാണ്. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കാം. ഓക്കെ, cos -30 ആയാലും cos 30 ആയാലും √3/2 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലാസ്റ്റ് ആൻസർ √3/2 ഇൻറ്റു VL/IL. √3/2 ഇൻറ്റു VL/IL. ഈ വാല്യൂ എന്ത് തന്നെയാണ്? പോസിറ്റീവാണ്. അതാണ് നമ്മൾ W1 ഈക്വൽ ടു പോസിറ്റീവ് വാല്യൂ. W1 പോസിറ്റീവ് വാല്യൂ ആണ്. ക്ലിയർ ആവുണ്ടോ? ഇനി W2 നോക്കാം. W2 എന്താണ്? VL/IL cos 30 + 5 എന്നല്ലേ? അപ്പോൾ VL/IL cos 30 + 60. ഓക്കെ ഉണ്ടോ? ക്ലിയർ അല്ലേ? അപ്പോൾ 60. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 30 + 60 എന്ത് കിട്ടും? 90 കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ VL/IL cos 90. VL/IL cos 90. ഇനി VL/IL ഇൻറ്റു cos 90ൻ്റെ വാല്യൂ എന്താ? cos 90. cos 90 0 ആണ്. ക്ലിയർ ആവുണ്ടോ? cos 90 0 ആണ്. അപ്പോൾ VL/IL ഇൻറ്റു 0. ഏത് സാധനത്തിനെയും നമ്മൾ 0 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ആൻസർ എന്തായി പോവും? 0 ആയി പോവും. അപ്പോൾ W2 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇവിടെ നോക്കൂ നിങ്ങൾ. ഇവിടെ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? W1ലെ റീഡിങ് പോസിറ്റീവാണ്. ഒരു പോസിറ്റീവ് വാല്യൂ, എത്രയെങ്കിലും ഒരു പോസിറ്റീവ് വാല്യൂ ആണെന്ന് വിചാരിക്കുക. അതേസമയം W2ലെ റീഡിങ് 0 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ W2ലെ റീഡിംഗ് ഒന്നും കാണിക്കണില്ല. അതായത് രണ്ടാമത്തെ വാട്ട് മീറ്ററിൽ റീഡിംഗ് ഒന്നും കാണിക്കണില്ല. ഒന്നാമത്തെ വാട്ട് മീറ്ററിൽ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കാണിക്കുന്നത്. ക്ലിയർ ആവുണ്ടോ? അങ്ങനെയാണെങ്കിൽ പവർ ഫാക്ടർ എന്തായിരിക്കും? 0.5 ആയിരിക്കും. ക്ലിയർ ആവുണ്ടോ? പവർ ഫാക്ടർ 0.5 ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ആയിരിക്കും. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, 0.5 ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തെ കേസ് നോക്കാം. നമുക്ക് ലാസ്റ്റ് കേസ് എങ്ങനെയാണെന്ന് നോക്കാം. മൂന്നാമത്തെ കേസ് ഇതാണ്. ഫൈ ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ഫൈ ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഫൈ 90 ആകുമ്പം പവർ ഫാക്ടർ ഈക്വൽ ടു കോസ് ഫൈ, അതായത് കോസ് ഫൈ ഈക്വൽ ടു കോസ് 90. കോസ് 90 എന്താണ്? 0 ആണ്. അതായത് ഫൈ 90 ആണെങ്കിൽ പവർ ഫാക്ടർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അത് ഓക്കെ ആണല്ലോ. ഇനി W1 നോക്കാം നമുക്ക്. എന്താ W1 ഈക്വൽ ടു VL/IL cos 30 - 5 എന്നല്ലേ? അപ്പോൾ നമ്മൾ കോസ് 30 - 5ക്ക് പകരം എന്ത് കൊടുത്തു? 90 എന്ന് കൊടുത്തു. ക്ലിയർ ആവുണ്ടോ? അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം എന്താ വന്നത്? ഇവിടെ നോക്കൂ നിങ്ങൾ. ഇതിൻ്റെ ഉള്ളിൽ 30 - 90 വന്നത്. 30 - 90 എന്താ? 30 - 90 പറഞ്ഞു കഴിഞ്ഞാൽ -60. 30 - 90 പറഞ്ഞാൽ -60. അപ്പോൾ നമുക്ക് VL/IL cos -60. ക്ലിയർ അല്ലേ? -60ൻ്റെ വില എന്താണ്? 60ൻ്റെ വാല്യൂയും കോസ് -60ൻ്റെ വാല്യൂയും, കോസ് 60ൻ്റെ വാല്യൂയും കോസ് -60ൻ്റെ വാല്യൂയും എന്ത് തന്നെയാണ്? 1/2 ആണ്. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, അപ്പോൾ എന്താ വരിക? അപ്പോൾ ഇങ്ങനെ വന്നു VL/IL ഇൻറ്റു 1/2. അതായത് 1/2 ഇൻറ്റു VL/IL ഇങ്ങനെ എഴുതാം നമുക്ക്. ഓക്കെ, ഇവിടെയും W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടിയത്? നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണെന്ന് കിട്ടി. ഒന്നാമത്തെ വാട്ട് മീറ്ററിൽ പോസിറ്റീവ് വാല്യൂ. ഓക്കെ, ഇനി W2 നോക്കാം നമുക്ക്. VL/IL cos 30 + 5 എന്നാണ്. 30 + 90 എന്ന് എഴുതണം. ക്ലിയർ ആവുണ്ടോ? 30 + 90. അപ്പോൾ നമുക്ക് എന്നിട്ട് 30 + 90 എന്താണ്? 120 ആണ്. അപ്പോൾ VL/IL cos 120. ഓക്കെ, cos 120ൻ്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും -1/2 എന്ന് കിട്ടും. ക്ലിയർ ആവുണ്ടോ? -1/2 എന്ന് കിട്ടും.
അപ്പോൾ നമുക്ക് എന്നിട്ട് VL/IL ഇൻറ്റു -1/2. അപ്പോൾ നമുക്കതിനെ നന്നാക്കി ഇങ്ങനെ എഴുതാം -1/2 ഇൻറ്റു VL/IL. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇവിടുത്തെ വാല്യൂ ഇപ്പോൾ എന്താണ്? ഇവിടെ മൈനസ് ഉണ്ട്. മൈനസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? W1ലെ വാല്യൂ എന്താണ്? ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. W1ലെ വാല്യൂ ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് W1ൽ പോസിറ്റീവാണ് ഈ കേസിൽ, പക്ഷേ W2ൽ എന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, എന്ന് മാത്രമല്ല ഇവിടെ നോക്കി നിങ്ങൾ, രണ്ട് വാല്യൂം ഈക്വലാണ്. ഇവിടെ 1/2 ഇൻറ്റു VL/IL ആണ്, ഇവിടെയും അത് തന്നെയാണ് 1/2 ഇൻറ്റു VL/IL ആണ്. പക്ഷേ എന്താ വ്യത്യാസമുള്ള? ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്. ഇതാണ് വ്യത്യാസം. അതായത് W1ലെ റീഡിങ്ങും W2ലെ റീഡിങ്ങും ഈക്വലാണ്, പക്ഷേ W1ൽ എന്താണ്? അത് പോസിറ്റീവാണ്, പക്ഷേ W2ൽ അതെന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, W1ലെ റീഡിങ് 10, W2ലെ റീഡിങ് -10. അതാണല്ലോ ഇത് കണ്ടീഷന്. ക്ലിയർ ആവുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പവർ ഫാക്ടർ 0 ആണെന്ന് മനസ്സിലാക്കാം. ആ ടൈമിൽ പവർ ഫാക്ടർ എന്താണ്? 0 ആണ്. ഓക്കെ, അതായത് 2 വാട്ട് മീറ്ററിലെ റീഡിങ്ങും ഈക്വലാണ്, പക്ഷേ രണ്ടിൻ്റെയും സിമ്പൽ എന്താണ്? സൈന് ഓപ്പോസിറ്റ് ആണ്. അതായത് ഒന്ന് പ്ലസ് ആയിരിക്കും, ഒന്ന് മൈനസ് ആയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ ആ സമയത്ത് പവർ ഫാക്ടറിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റഡി നമ്മൾ നടത്തിയത് എന്തിനാണ്? നമ്മൾ ആ 2 വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിച്ച് പവർ മെഷർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാതെ നമുക്ക് ആ സമയത്തെ പവർ ഫാക്ടർ ഏകദേശം എത്രയുണ്ടാകുമെന്നുള്ളത് നമുക്കൊരു അനുമാനത്തിലെത്താൻ പറ്റും, ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആവുണ്ടോ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അനാലിസിസ് എന്ത് ചെയ്തിട്ടുള്ളത്? നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് നടത്തിയ അനാലിസിസ് നമുക്ക് എന്താ മനസ്സിലാവുക? അതായത് നമുക്ക് സെയിം വാല്യൂ കിട്ടി 2 വാട്ട് മീറ്ററിലും. അതായത് ഇപ്പോൾ 10, ഒന്ന് -10. ഓക്കെ, അപ്പോൾ രണ്ടും വാല്യൂ സെയിം ആണ്, പക്ഷേ സൈൻ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ഒന്ന് പ്ലസ് ആണ്, ഒന്ന് മൈനസ് ആണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് പറയാം? അവിടെ പവർ ഫാക്ടർ എന്താണ്? 0 ആണ്. സർക്യൂട്ടിൽ പവർ ഫാക്ടർ 0 ആണ് എന്ന് നമുക്ക് പറയാം. മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ വാട്ട് മീറ്ററിലെയും റീഡിങ് എടുക്കുമ്പോൾ തന്നെ 2 വാട്ട് മീറ്ററിൽ റീഡിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഉടനെ തന്നെ നമുക്ക് പവർ ഫാക്ടറിനെ കുറിച്ച് ഒരു ധാരണയിൽ ഏകദേശം എത്താൻ പറ്റും. കൃത്യമായിട്ട് കിട്ടൂല. കൃത്യമായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് തന്നെ വേണ്ടി വരും? കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വരും, നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ വെച്ച്. അപ്പോൾ അങ്ങനെ ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അനാലിസിസ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 3 കേസും കൂടി കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു ടേബിളാക്കിയിട്ട് മാറ്റാൻ പറ്റും. ആ ടേബിളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ആ ടേബിൾ കണ്ടില്ലേ നിങ്ങൾ? ഫസ്റ്റ് നോക്കും നിങ്ങൾ, 5 0 ആകുമ്പം cos 5 ആണ് എന്ത്? നമ്മളെ പവർ ഫാക്ടർ 1 ആയിരിക്കും. ഓക്കെ, പവർ ഫാക്ടർ 1 ആയിരിക്കും. അപ്പം ആ സമയത്ത് പവർ ഫാക്ടർ 1 ആകുമ്പം W1ലെ റീഡിങ് പോസിറ്റീവ് ആയിരിക്കും, W2ലെ റീഡിങ് അതും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, W1ലെ റീഡിങ്ങും പോസിറ്റീവാണ്, W2ലെ റീഡിങ്ങും പോസിറ്റീവാണ്. മാത്രമല്ല W1ഉം W2ഉം ഈക്വൽ ആയിരിക്കും. നമുക്ക് നേരത്തെ കിട്ടി രണ്ടിലെയും റീഡിങ് എന്തായിരുന്നു? അപ്പം √3/2 ഇൻറ്റു VL/IL എന്നാണ് നമുക്ക് കിട്ടിയിരുന്നത്. W1ലെ റീഡിങ്ങും അത് തന്നെയായിരുന്നു, W2ലെ റീഡിങ്ങും അത് തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് ശരിക്ക് തീറ്റ, അതായത് 5 0 ആകുമ്പോൾ ഉള്ള കണ്ടീഷൻ. അതായത് പവർ ഫാക്ടർ 1 ആകുമ്പോൾ രണ്ടിലെയും റീഡിങ് പോസിറ്റീവ് ആയിരിക്കും, രണ്ടിലെയും വാല്യൂ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആവുണ്ടോ? അതാണ് ഒന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കി, 5 = 60 ഡിഗ്രി ആകുമ്പോൾ ഓക്കെ, cos 5 0.5 ആയിരിക്കും, പവർ ഫാക്ടർ 0.5 ആയിരിക്കും. വാട്ട് മീറ്റർ, ഒന്നാമത്തെ വാട്ട് മീറ്റർ പോസിറ്റീവ് വാല്യൂ കാണിക്കും, രണ്ടാമത്തെ വാട്ട് മീറ്റർ 0 കാണിക്കും. ഓക്കെ, ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഒന്നാമത്തെ വാട്ട് മീറ്റർ 0 ഇപ്പോൾ രണ്ടാമത്തെ വാട്ട് മീറ്റർ 0 കാണിച്ചു, ഒന്നാമത്തെ വാട്ട് മീറ്റർ ഒരു പോസിറ്റീവ് വാല്യൂ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? പവർ ഫാക്ടർ 0.5 അറൗണ്ട് ആയിരിക്കും. ക്ലിയർ ആവുണ്ടോ? ഇനി മൂന്നാമത്തെ കേസ് നോക്കി, മൂന്നാമത്തെ കേസ് 5 90 ഡിഗ്രി ആകുമ്പോൾ എന്താ? cos 5 എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് പവർ ഫാക്ടർ 0 ആയിരിക്കും. പവർ ഫാക്ടർ 0 ആയിരിക്കും. മാത്രമല്ല W1ലെ റീഡിങ് പോസിറ്റീവ് ആയിരിക്കും, W2ലെ റീഡിങ് നെഗറ്റീവ് ആയിരിക്കും. W1ഉം W2ഉം വാല്യൂ എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കേസ്. ഓക്കെ, ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇത് നമുക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എന്താക്കി വരക്കാം? ഒരു ടേബിളാക്കിയിട്ട് വരക്കാം. ഓക്കെ,
ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എഫക്റ്റ് ഓഫ് പവർ ഫാക്ടർ ഓൺ വാട്ട് മീറ്റർ റീഡിങ്സ്. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഈ 3 കേസും ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ടേബിള് കൺക്ലൂഷൻ ആക്കിയിട്ട് എന്ത് ചെയ്യുക, വരച്ചു കൊടുക്കുക. അത്രയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾ W1ൻ്റെ ഇക്വേഷനും W2ൻ്റെ ഇക്വേഷനും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്നിട്ട് അതിൽ നമ്മൾ ഫൈക്ക് 3 വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഫൈ 0 കൊടുത്തു, പിന്നെ ഫൈ 60 ഡിഗ്രി കൊടുത്തു, പിന്നെ ഫൈ എന്ത് കൊടുത്തു, 90 ഡിഗ്രി കൊടുത്തു. അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ.